സ്കൂൾ കലോത്സവത്തിൽ ഇന്ന് മൂന്നാം ദിവസമാണ്. വാശിയേറിയ മത്സരങ്ങൾ രാവിലെ തന്നെ തുടങ്ങി. സ്കൂൾ കലോത്സവത്തിലെ കലവറയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും കലവറ കൈകാര്യം ചെയ്യുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകുവാനുള്ള സൗകര്യം ഇത്തവണയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം അല്പസമയത്തിനകം തന്നെ വിളമ്പും. മുഖ്യമന്ത്രി ഇപ്പോൾ കലവറയിൽ സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പതിവ് പോലെ തന്നെ ഇത്തവണയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലവറ സജീവമാണ്. രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് ഊണ്, അത് വിഭവസമൃദ്ധമായ ഊണും പായസവും ഒക്കെ പഴയിടം മോഹനൻ നമ്പൂതിരി ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖ്യമന്ത്രി കലവറ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ആൾക്കാർ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാവൂ. സഞ്ചരിക്കാവൂ. ദയവ് ചെയ്ത് സഞ്ചരിക്കണം. സൈഡിലോട്ട് വരണം. സൈഡിലോട്ട് വരാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഉച്ചഭക്ഷണം ഒരുക്കിയിരിക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്തെ കലവറ സന്ദർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഴയിടം മോഹനൻ നമ്പൂതിരിയുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. കലോത്സവ വിശേഷങ്ങളുമായി എസ് ലല്ലു ചേരുകയാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്ന്. ലല്ലു, പതിവ് പോലെ ഇത്തവണയും കലവറ സജീവമാണല്ലോ. മുഖ്യമന്ത്രിയുടെ സന്ദർശനവും ഉണ്ടായിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ഐ.കെ. സെന്ററിൽ പാർട്ടി യോഗത്തിന് ശേഷം ഇങ്ങോട്ട് തിരിക്കുന്നു. ഏതാണ്ട് 5 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന കുട്ടികളുമായും രക്ഷിതാക്കളുമായെല്ലാം അദ്ദേഹം സംസാരിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി, ഫുഡ് കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ, MLA മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരെല്ലാം മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഊട്ടുപുരയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഭക്ഷണപുരയിലെത്തി അല്ലെങ്കിൽ പാചകശാലയിലെത്തി പായസം രുചിച്ചതിന് ശേഷമായിരിക്കും മടങ്ങുക എന്നാണ് നേരത്തെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പാചകപ്പുരയിലേക്കും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വളരെ വലിയ തിരക്ക്, ഏതാണ്ട് റെക്കോർഡ് ജനക്കൂട്ടം തന്നെയാണ് ഊട്ടുപുരയിൽ ഉള്ളത്. ഏതാണ്ട് 11:00 തന്നെ ഉച്ചഭക്ഷണം വിളമ്പി തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി എത്തും എന്ന് അറിയിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ കനത്ത സുരക്ഷാ ക്രമീകരണവും ഗതാഗത ക്രമീകരണങ്ങളുമെല്ലാം പുത്തരിക്കണ്ടത്തേക്ക് എത്തുന്നതിനായി ഒരുക്കിയിട്ടുണ്ട്. ശരി, എസ് ലല്ലുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് ഊട്ടുപുര തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തിയത്. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന സമയമാണ് ഇത്. അദ്ദേഹം കലവറ കൈകാര്യം ചെയ്യുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയുമായി സംസാരിച്ചു, കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു.